ഈ ഓണം അസിഫിൽ തൂക്കിയെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഈ ഓണത്തിന് എല്ലാവരും തിയേറ്ററിൽ വരുന്നത് എല്ലാം പല പല ജോണറിലുള്ള സിനിമകളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏറമാണെങ്കിലും കൊണ്ടലാണെങ്കിലും കിഷ്കിൻ്റെ കണ്ടമാണെങ്കിലും ബാഡ് ബോയ്സ് ആണെങ്കിലും അങ്ങനെ ഓണത്തിനിറങ്ങിയ എല്ലാ പടത്തിനും അവരുടെ ഓഡിയൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ഫെസ്റ്റിവൽ മൂഡ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി സിനിമ കാണാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫാമിലി ക്രൗഡിനെയാണ്. എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. സിനിമ കാണുന്ന പ്രേക്ഷകരാണ് അവർ തീരുമാനിക്കുന്നത്. ഈ ആർക്കറിയാം സിനിമ ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, യവനികയ്ക്ക് ശേഷം മലയാളത്തിൽ ലക്ഷണമൊത്തൊരു ത്രില്ലർ ആർക്കറിയാമായിരിക്കും. അതിനുശേഷം അതിനൊപ്പം ചേർത്ത് നിർത്താൻ പറ്റുന്നൊരു സിനിമയാണ് ഇതെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് എപ്പോഴും സംഭവിക്കുക, കുറേ നാൾ കഴിയുമ്പോൾ ആളുകൾ ഇത് എന്തുകൊണ്ട് തിയേറ്ററിൽ ഓടിയില്ല എന്ന് പറയും എന്നുള്ളതായിരുന്നു എൻ്റെ ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴുള്ളൊരു പേടി. സിനിമ നല്ലതായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്നിത് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തിയേറ്ററിൽ വന്ന് ഫാമിലി ആയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ മൂഡിലുള്ള സിനിമയായിട്ട് തന്നെയാണ് ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ സാധാരണ പറയുന്ന ആ ഒരു അവസ്ഥ ഈ സിനിമയ്ക്ക് വരില്ല. ഇത് തിയേറ്ററിൽ തന്നെ ഓടുമെന്നും തിയേറ്ററിൽ വന്ന് പ്രേക്ഷകർ കാണുമെന്നും ഒരു തിയേറ്റർ ഹിറ്റായി മാറും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഈ ഷോ കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. സ്ക്രിപ്റ്റ് തന്നെയാണോ തുടക്കത്തിൽ? ഉറപ്പായിട്ടും. ഈ നിൽക്കുന്ന ഇദ്ദേഹമാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. വായിച്ച അന്ന് മുതൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിന്നൊരു സ്ക്രിപ്റ്റ്. അപ്പം ഡിജിറ്റൽ ഡയറക്ടർ നിൽക്കുന്നു. ഭയങ്കര സന്തോഷവും ഭയങ്കര മിക്സ്ഡ് ഇമോഷൻ. നമ്മളും കരയുന്ന ടൈപ്പ് സിനിമയാണ് ഇത്. അത്രയും ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പോൾ ഒക്കെ പറഞ്ഞവൻ്റെ സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു ഇതിൻ്റെ ഹീറോ ഫ്രം ദ ബിഗിനിങ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ബാഹുലേട്ടനും ദിഞ്ചിത്തേട്ടനും അത് അതിൻ്റെ മാക്സിമമാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റിസൾട്ട് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. തിയേറ്ററിൽ തന്നെ അത് കാണണം എന്നുള്ള അപേക്ഷയും പ്രേക്ഷകരോടൊക്കെ ഉണ്ട്. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് എല്ലാവരും ഭയങ്കര ആസ്വദിച്ച് കണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു. കക്ഷി അമ്മണിപ്പിള്ള ചെയ്തപ്പോൾ തീരുമാനിച്ചതാണ് ഇനി ചെയ്യുന്ന സിനിമ തിയേറ്ററിൽ ഓടണം എന്നുള്ളത്. ഹാപ്പിയാണ്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. നല്ല ഹാപ്പിയാണ്, എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നു. സന്തോഷം. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സിനിമ വന്നപ്പോൾ മൊത്തത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ഇത് ഏതെങ്കിലും ഒരു സംഭവമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള സാധനമാണോ? അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ഫിക്ഷൻ. ഓക്കെ, ബാക്കി നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ കണ്ട ആൾക്കാരാണ്. മത്സരിച്ച് അഭിനയിച്ച് കൂടെ അഭിനയിച്ച ആളെ കാണാനില്ല. കുട്ടേട്ടൻ ഷൂട്ടിലാണ്. വേറെ ആരുമായിട്ട് വീണ്ടും മത്സരിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ജോഫി കണ്ടോ കേറി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സൈറ്റഡ് ആണ്. സത്യം പറഞ്ഞ കരച്ചിലായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. നല്ല സിനിമയാണ്. അത് സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ, സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് ചെയ്തത്. സോ ഹാപ്പി ടു സീ ദാറ്റ്. നല്ല പടം, ഗംഭീരമായ പടമാണ്. ഒരു ഫാമിലി ഡ്രാമയാണ്. വളരെ സസ്പെൻസ് ഒക്കെ ഉള്ള ഒരു ഫാമിലി ഡ്രാമയാണ്. ത്രില്ലർ ടൈപ്പ് എല്ലാം ഉണ്ട്. എല്ലാ ജോണറിലും കൂടി പോകുന്നൊരു സാധനം. കാണുക. ആസിഫലിയുടെയൊക്കെ വളരെ, അപർണയുടെയൊക്കെ വളരെ വ്യത്യസ്തമായ, വിജയരാഘവൻ സാറിൻ്റെയൊക്കെ വളരെ വ്യത്യസ്തമായ അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമയാണ്. പിന്നെ ഓണ ഹിറ്റിലൊന്നായിരിക്കും.